കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന തൃശൂരിലെ വിയൂർ അതീവ സുരക്ഷാ ജയിലിന്റെ ആകാശപരിധിയിൽ വൻ സുരക്ഷാ വീഴ്ച ദൃശ്യമായിരിക്കുന്നു. പൂർണ്ണമായും ഡ്രോൺ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള വിയൂർ ജയിൽ വളപ്പിന് മുകളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡ്രോൺ പറന്നതായാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് വെറും ഒരു തവണയല്ല 3 വട്ടമാണ് അതീവ സുരക്ഷാ മേഖലയ്ക്ക് മുകളിലൂടെ ഈ ഡ്രോൺ വട്ടമിട്ട് പറന്നത്. സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വിയൂർ പോലീസും വിയൂർ അതീവ സുരക്ഷാ ജയിലിന് മുകളിൽ ഒരു ഡ്രോൺ വന്നു പോയി എന്നതിലപ്പുറം അവിടെ നടത്തിയ നിരീക്ഷണത്തിന്റെ വ്യാപ്തിയാണ് സുരക്ഷാ ഏജൻസികളെ ഇപ്പോൾ ഉറക്കം കെടുത്തുന്നത്. സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായി അതീവ രഹസ്യ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വെറും ഒരു തവണ വന്ന് അബദ്ധത്തിൽ പാറിപ്പോയതല്ല ഈ ഡ്രോൺ. തുടർച്ചയായി 3 തവണയാണത് ജയിൽ വളപ്പിന് മുകളിലായി വട്ടമിട്ട് പറന്നത്. പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ജയിലിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഉൾഭാഗങ്ങൾ, തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലുകളുടെ ഘടന, ജയിലുദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്ന വാച്ച് ടവറുകൾ എന്നിവയെല്ലാം കൃത്യമായി ദൃശ്യമാകുന്ന രീതിയിലായിരുന്നു ഡ്രോണിന്റെ സഞ്ചാരപഥം. സാധാരണ നിലയിൽ ഒരു ഡ്രോൺ നിയന്ത്രണമിട്ടൊരു പ്രദേശത്തേക്ക് കടന്നാൽ അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാനാണ് ഓപ്പറേറ്റർമാർ ശ്രമിക്കുക. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ജയിലിന്റെ ആകാശപരിധിയിൽ ഡ്രോൺ ഒന്നിലധികം മിനിറ്റുകൾ ഹോവർ ചെയ്തു നിന്നു. ജയിലിന്റെ കൃത്യമായ ലേഔട്ട് ദൃശ്യങ്ങളിലൂടെ പകർത്താൻ ബോധപൂർവം നടത്തിയ ശ്രമമാണിതെന്നാണ് ഇന്റലിജൻസ് സംശയിക്കുന്നത്. 3 വട്ടവും വ്യത്യസ്തമായ കോണുകളിൽ നിന്നാണ് ഡ്രോൺ ജയിലിനെ നിരീക്ഷിച്ചത്. ഈ സംഭവം ഉയർത്തുന്ന സുരക്ഷാ ചോദ്യങ്ങൾ വളരെ വലുതാണ്. വിയൂർ അതീവ സുരക്ഷാ ജയിൽ എന്നത് പൂർണ്ണമായും ഡ്രോൺ നിരോധിത മേഖലയാണ്. മൊബൈൽ സിഗ്നലുകൾ പോലും തടയാൻ ശേഷിയുള്ള ഹൈ പവർ ജാമറുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു ജയിൽ കോമ്പൗണ്ടാണിത്. ജാമറുകൾ നിലവിലുള്ള ഒരു പ്രദേശത്ത് എങ്ങനെ ഒരു റിമോട്ട് കൺട്രോൾ ഡ്രോണിന് ഇത്രയും സുഗമമായി പറക്കാൻ കഴിഞ്ഞു? നമ്മുടെ ജയിലിനുള്ളിൽ ആകാശമാർഗമുള്ള നിരീക്ഷണങ്ങളെ തടയാൻ തക്കവണ്ണമുള്ള ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ നിലവിലില്ലേ? കൊടും കുറ്റവാളികളും മാവോയിസ്റ്റുകളും പാർക്കുന്ന ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രത്തിന് മുകളിൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. തുടക്കത്തിൽ പ്രദേശവാസികളായ ആരെങ്കിലും സോഷ്യൽ മീഡിയ റീൽസ് ചിത്രീകരണത്തിനായി അബദ്ധത്തിൽ ഡ്രോൺ പറപ്പിച്ചതാകാമെന്നൊരു പ്രാഥമിക നിഗമനം പോലീസ് പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായും വിശ്വസിക്കാൻ വിയൂർ പോലീസും സംസ്ഥാന ഇന്റലിജൻസും തയ്യാറായില്ല. കാരണം തടവുകാർക്ക് പുറത്തു നിന്നുള്ള ക്രിമിനൽ സംഘങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ സിഗ്നലുകളോ നിർദ്ദേശങ്ങളോ നൽകാൻ ശ്രമിച്ചതാണോ, അതോ ജയിൽ സുരക്ഷ തകർക്കാനുള്ള ഏതെങ്കിലും തരം ആസൂത്രിത മാപ്പിംഗിന്റെ ഭാഗമാണോ ഇതെന്നടക്കമുള്ള അതീവ ഗുരുതരമായ സാധ്യതകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. വിയൂർ പരിസരത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ഇപ്പോൾ അരിച്ചു പറക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഡ്രോൺ വിമാനത്തെ ഇത്രയും ഗൗരവത്തോടെ ഇന്റലിജൻസ് വീക്ഷിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വിയൂർ ജയിലിന്റെ തന്ത്രപ്രധാനമായ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഏറ്റവും അപകടകാരികളായ കൊടും കുറ്റവാളികൾ, മാവോയിസ്റ്റുകൾ, തീവ്രവാദ കേസിലെ പ്രതികൾ കൂടാതെ TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്ന അതീവ സുരക്ഷാ ജയിലാണിത്. മൊബൈൽ ജാമറുകളും 24 മണിക്കൂർ കനത്ത സായുധ കാവലുമുള്ള ഈ കോമ്പൗണ്ടിലേക്ക് ആകാശമാർഗമുള്ള നിരീക്ഷണം നടന്നു എന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല. വിയൂർ ജയിലിന് മുകളിൽ പറന്ന ആ ഡ്രോണിന്റെ റിമോട്ട് കൺട്രോൾ ആരുടെ കൈകളിലായിരുന്നു എന്നത് എത്രയും വേഗം കണ്ടെത്തേണ്ടതുണ്ട്. റീൽസ് ചിത്രീകരണമാണെങ്കിൽ പോലും അതീവ സുരക്ഷാ മേഖലയിലെ ഈ നിരീക്ഷണം അതീവ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമാണ്. വരും മണിക്കൂറുകളിലെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് വിയൂർ പോലീസ് വ്യക്തമാക്കുന്നത്.